ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം. മഹേഷ് നാരായണ മൂവിയെ കുറിച്ചാണ്. നമ്മളെ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, കുഞ്ചക്കോവൻ, വലിയൊരു ലിസ്റ്റ് പിന്നെ നമ്മൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയില്. സോ ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ ആ സിനിമയെ കുറിച്ച് പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കാം. ഒന്ന് രണ്ട് കൗതുകമുള്ള നല്ല രസകരമായ ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് കണ്ടിട്ട് അങ്ങനെ പോയി വീഡിയോയില്. നമുക്കറിയാം ഓൾറെഡി നമ്മുടെ സ്വന്തം ലാലേട്ടൻ ശ്രീലങ്കയിലേക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട്. ലാലേട്ടൻ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് ഈ സിനിമയെ കുറിച്ച് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒഫീഷ്യലി അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പല ഹിന്റുകളും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല വീഡിയോസ് ഒക്കെ ഇതിലേക്ക് തന്നെയാണ് എല്ലാം എത്തിച്ചേർന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത്രത്തോളം വലിയ ലിസ്റ്റിലുള്ള ആക്ടേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും കൺഫേം ആയിട്ട് അറിയില്ല. പക്ഷേ ഇതൊരു ഗംഭീര സംഭവം തന്നെയാണ് വരാൻ പോകുന്നത്. മൾട്ടി സ്റ്റാർ ആയിട്ട് ഒരുങ്ങുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് മഹേഷ് നാരായണൻ ഇവരെല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ പറയാനുള്ള കാര്യം വേറെ ഒന്നുമില്ല. എനിക്ക് കൗതുകരമായി തോന്നിയ സംഭവം, നമ്മൾ എപ്പോഴും ലാലേട്ടന്റെ കൂടെ ആണ് ഞാൻ ആന്റണി പെരുമ്പാവൂരിനെ കാണാറ്. എപ്പോഴും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ കാണാറില്ല. എന്നാൽ ആ ആന്റണി പെരുമ്പാവൂരിനെ മമ്മൂക്കയുടെ കൂടെ കാണുമ്പോൾ അതൊരു പ്രത്യേക രസമുണ്ട്. എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ അത് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എയർപോർട്ടിൽ നിന്ന് മമ്മൂക്കയും ആന്റണി പെരുമ്പാവൂരും മമ്മൂക്കയുടെ വൈഫ് കുഞ്ചാക്കോവനൊക്കെ വരുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. സോ അത് കണ്ടപ്പോ ഒരു കൗതുകം കാണാൻ. ഓക്കെ, അപ്പോഴാണ് ആലോചിച്ചത്, നമ്മുടെ 2 ദിവസം മുമ്പേ ലാലേട്ടൻ ഇതേപോലെ എയർപോർട്ടിൽ നിന്ന് ലാലേട്ടൻ പോകുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ ലാലേട്ടനെ കൊടുക്കുന്നത് ആൻഡ്രോ ജോസഫാണ്. അതായത് നമ്മള് മാർവൽ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു ഒരു ക്രോസ് ഓവർ, അതായത് ഒരു യൂണിവേഴ്സിലുള്ള ആള് മറ്റൊരു യൂണിവേഴ്സിൽ പോയ പോലെ അല്ലെ. മമ്മൂക്കേന്റെ കൂടെ ഉള്ള ആള് ലാലേട്ടന്റെ കൂടെ, ലാലേട്ടന്റെ കൂടെ ഉള്ള ആള് മമ്മൂക്കയുടെ കൂടെ. എന്തായാലും ഇതൊക്കെ ചെന്ന് എത്തുന്നത് ഈ മഹേഷ് നാരായണൻ മൂവിയിലേക്ക് തന്നെയാണ്. അതിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് എടുക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു വലിയൊരു രസം, കുഞ്ചാക്കോ ബോബൻ അദ്ദേഹം സോഷ്യൽ മീഡിയ ചെയ്തത് 2-3 പിക്ചേഴ്സ് ആണ്. എന്താ പറയാ, അദ്ദേഹം അദ്ദേഹം സ്വപ്നത്തിൽ ജീവിക്കുന്ന പോലെ. അതൊക്കെയാണ് അതിന്റെ കമന്റ് ഒക്കെ താഴെ ഞാൻ വായിച്ചത്. കാരണം ലാലേട്ടനും മമ്മൂക്കന്റെയും കൂടെ ഇരിക്കുന്ന 2-3 പിക്ചേഴ്സ് കുഞ്ചാക്കോവൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി നമ്മളൊരു കാര്യം ഉറപ്പിച്ചെന്താണ്, കുഞ്ചാക്കോവൻ, ലാലേട്ടൻ, മമ്മൂക്ക ഇവര് 3 പേര് ഇതിൽ ഓൾറെഡി ഇന്നായി. സോ അതിൽ ഇനി ഡൗട്ടിന്റെ ആവശ്യമില്ല. ഇനി ഏതൊക്കെ ആക്ടേഴ്സ് വരുന്നു, ഇനി ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ സർപ്രൈസ് ആയിട്ട്, എനിക്ക് തോന്നുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ക്യൂരിയോസിറ്റി ആയിട്ട് ഇപ്പം സത്യം പറഞ്ഞാല് ഇനി ആരൊക്കെയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ അറിയാം. ഒഫീഷ്യലി അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പലതും ഇങ്ങനെ അറിയാൻ പോകുന്നുണ്ട്. ഇപ്പൊ ചാക്കോച്ചൻ ഷെയർ ചെയ്ത ഈ പിക്ചർ തന്നെ കാണാതെ എന്ത് രസമാണ്. ഇപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ച് ചാക്കോച്ചനെ പോലത്തെ ഒരു ആക്ടറെ വെച്ച് നോക്കുമ്പോൾ അവർ സ്വപ്നതുല്യമായ ഒരു സംഭവമാണ്. ഈ അവരുടെ സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം പോലെ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യമായിരിക്കും. നമുക്ക് ആ പിക്ചേഴ്സ് കാണുമ്പോഴും അത് കാണുമ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ഈ മൂവി ഇങ്ങനത്തെ മൂവി കാണാനുള്ള നമ്മളെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്കൊരു ആഗ്രഹം ഇഷ്ടമൊക്കെ എന്തുകൊണ്ടാ വെച്ചാല്, നമുക്ക് ഇവരൊക്കെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ എന്തോ ഭയങ്കര രസമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ ഇൻഡിവിജ്വലി എല്ലാവരും നമുക്ക് അറിയുന്നതാണ്, നമ്മൾ കാണുന്നതാണ്. അവരും ഇങ്ങോട്ടും അവരും എപ്പോഴും കാണുന്നതാണ്. പക്ഷെ ഒരു സ്ക്രീനിൽ ഒരു സിനിമയിൽ വരുമ്പോൾ അതിനെന്തോ, കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മളത് വളരെ റെയർ ആയിട്ട് ഹാർഡ്ലി നമ്മൾ കാണുന്ന സംഭവമാണത്. മമ്മൂക്ക ലാലേട്ടനൊക്കെ എത്ര കാലമായി ഒരുമിച്ച് സ്ക്രീനിൽ വന്നിട്ട്. അതിന്റെ കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലത്തെ ലിസ്റ്റിലുള്ള എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇതൊരു ഗംഭീര സംഭവമായിരിക്കും. മാത്രമല്ല, ഇങ്ങനെ ഇത്ര ആക്ടേഴ്സിനെ മഹേഷ് നാരായണൻ കൊണ്ടുവരുമ്പോൾ ചുമ്മാ കൊണ്ടുവരില്ല. അത് അത്ര പ്രാധാന്യമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അവരുടെ റോളുകളൊക്കെ അത്ര പ്രാധാന്യമുള്ളതായിരിക്കും. ഓക്കെ, അത് വേറെ വലിയൊരു സംഭവമാണ്. കാരണം ഞാൻ അറിഞ്ഞത്, ഞാൻ എന്താ പറയുക, റെഡിറ്റിൽ വായിച്ചതും പിന്നെ എന്റെ കുറച്ച് കണക്ഷൻ വെച്ച് അറിഞ്ഞ കാര്യം എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. ഇതൊരു 3 ഷെഡ്യൂളായിട്ട് ചെയ്യുന്ന മൂവിയാണ്. ഒരുപാട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആവശ്യമുള്ള മൂവിയാണ്. ഇത് നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപരിസരമൊന്നുമല്ല. നമുക്കത് മനസ്സിലാവും. നമ്മളിപ്പം ഇതിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് ശ്രീലങ്കയിലാണ്. ഇനി പല കൺട്രീസിലും ഷൂട്ടിംഗ് ഉണ്ട്. സോ അപ്പൊ തന്നെ നമുക്ക് അറിയാം ഇത് നമ്മള് ഇവിടെ കാണുന്ന പോലത്തെ സിനിമയല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പോയി ഷൂട്ട് ചെയ്യാൻ ആവശ്യമില്ല. സോ സംതിങ് ബിഗ്, നമ്മൾ അധികം കണ്ട് ശീലിക്കാത്തത്. അപ്പൊ ഈ സ്റ്റാർ കാസ്റ്റ് കൂടെ അതിന്റെ കൂടെ വരുമ്പം സത്യത്തില് പ്രതീക്ഷ കൂടുതലാണ്. വളരെ പ്രതീക്ഷിക്കുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്, പ്രതീക്ഷിക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ട്. പക്ഷെ മഹേഷ് നാരായണൻ ആയതുകൊണ്ടും പിന്നെ ഇവരെല്ലാരും കൂടിയും ഒന്നിക്കുന്നുകൊണ്ടും ഓക്കെ,
എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു കാര്യമായിട്ടൊന്നും ഇല്ലാതെ ഇവരൊന്നും അതിൽ ജോയിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മൾട്ടി സ്റ്റാർ ആയിട്ട് ഒരു മൂവി വരും തോന്നുന്നില്ല. സോ ഇത് കാര്യമായിട്ട് എന്തോ ഉണ്ട്, നമുക്കത് പ്രതീക്ഷിക്കാം. പിന്നെ ഇനി അറിയേണ്ടത്, എനിക്ക് ചില ഡൗട്ട്, ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ കേൾക്കുന്നത് ഇതിലിപ്പോഴും ആരാണ് ലീഡ് റോൾ ചെയ്യുന്നത് എന്നാണ്. എനിക്ക് ഞാൻ കേട്ടത് മമ്മൂക്ക ലാലേട്ടൻ ഒരു 30 മിനിറ്റ്സ് വരുന്ന ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലെ ഒരു വളരെ പ്രാധാന്യമുള്ള ക്യാരക്ടർ ചെയ്യുന്നു. അത് സത്യമാണോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫഹദോ കുഞ്ചാക്കോ ബോബൻ ഒരു സെൻട്രൽ ലീഡ്, അങ്ങനെ അങ്ങനെ വരാമല്ലോ. ഇപ്പൊ കുഞ്ചാക്കോ ബോബനൊക്കെ വേണമെങ്കിൽ ഒരു സെൻട്രൽ ലീഡ് ക്യാരക്ടറാക്കി വെക്കാം. എന്നിട്ട് മമ്മൂക്കയും ലാലേട്ടും നല്ല തുല്യ പ്രാധാന്യമുള്ള ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ വരാം. നമുക്കൊന്നും അറിയില്ല, ഒഫീഷ്യലി ഇതുവരെ ഒന്നും അനൗൺസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പലതും കേൾക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ. എന്തായാലും ഇതൊരു വലിയ ഒരു ത്രില്ലർ മോഡിൽ വരുന്ന ഒരു ഗംഭീര സിനിമയാകാനുള്ള ചാൻസ് വളരെ അധികമാണ്. സോ നമുക്ക് ഒരു ഒഫീഷ്യലി അവർ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് പുറത്ത് വിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ പോലും നമ്മളിപ്പോ ഇങ്ങനെ കാണുന്ന ഓരോ വീഡിയോസ് ആണെങ്കിലും ഈ ഫോട്ടോസ് ആണെങ്കിലും നമുക്ക് ഒരു ഹിന്റ് ആയിട്ട് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഓരോരോ ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും കേൾക്കുമ്പോൾ അറിയുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം ഈ സിനിമയെ കുറിച്ച്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം ഈ സിനിമയായിരിക്കാം ചർച്ചാ വിഷയമായി നിൽക്കാൻ പോകുന്നത്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കൊണ്ട് കാണാം.